യെസ്, നമുക്ക് അടുത്ത മോഡൽ നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് റിസ്ക് ന്യൂട്രൽ മോഡലാണ് വരുന്നത്. ഓക്കെ, സോ പേരിൽ തന്നെ ഉണ്ട് റിസ്ക് ന്യൂട്രൽ ആണ്. സോ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും റിസ്ക് ന്യൂട്രൽ ആണ്. അപ്പോൾ അവർക്ക് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതൊരു ഫെയർ മാർക്കറ്റ് ആണെങ്കിൽ, ഒരു ആർബിട്രേജ് ഒന്നും ഇല്ലാത്ത എല്ലാവരും തുല്യരാണെങ്കിൽ, ഓക്കെ, സോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ, അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ഒരു ഏരിയാസൊക്കെ നമുക്ക് എന്തേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്താ പറയുക, എല്ലാവരും റിസ്ക് ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന റിട്ടേൺ തന്നെ ഇപ്പുറത്തുള്ള ആൾക്കും കിട്ടണം. ഓക്കെ, എല്ലാവരും, അതാണ് ഫെയർ മാർക്കറ്റ്. അല്ലെങ്കിൽ ആർബിട്രേജ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മറ്റൊരാൾക്ക് ഉണ്ടാവും എങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും തുല്യരാണ്. സോ ഒരു ഫെയർ മാർക്കറ്റിൽ എല്ലാവരും സെയിം ആണ്. എല്ലാവരുടെയും റിട്ടേൺ ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആർക്കും കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു റിസ്ക് ന്യൂട്രൽ മോഡലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ വാങ്ങിക്കുന്ന 400 രൂപയ്ക്ക് ഇന്ന് ഷെയർ വാങ്ങിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കണം? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കണം അല്ലേ? അപ്പോൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റിൻ്റെ അകത്ത് 10% എഴുതന്നിട്ടില്ലേ? അപ്പോൾ ഒരാൾക്ക് കിട്ടാവുന്ന ഷെയർ മാർക്കറ്റിൽ ആ ഷെയർ വാങ്ങിച്ചാൽ കിട്ടുന്ന റിട്ടേൺ ഈക്വൽ ടു എന്തുതന്നെയായിരിക്കണം? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ തുല്യമായിരിക്കണം. എന്നാൽ അതൊരു ഫെയർ മാർക്കറ്റ് ആവുള്ളൂ. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. FD ഇടുന്ന ഒരാൾക്ക് 10% കിട്ടുന്നുള്ളെങ്കിൽ അവിടെ ഒരു ആർബിട്രേജ് ആയി. കാരണം FD ഇടുന്ന ആൾക്കാരൊക്കെ കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്? റിട്ടേൺ എവിടെ കിട്ടുന്നുണ്ട്? ഷെയർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആർബിട്രേജ് ആയി. കാരണം ഇവിടെ റിസ്ക് ന്യൂട്രൽ സംഭവം, ഷെയർ മാർക്കറ്റ് റിസ്ക് കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എല്ലാവരും റിസ്ക് ഫ്രീ റേറ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ല, അസംഷനാണ്. ഓക്കെ, ഇതൊരു മോഡലാണ്, അതുകൊണ്ട് ഒരു അസംഷനാണ്. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് മനസ്സിലാക്കി എടുക്കുക, ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് അണ്ടർലൈൻ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഫെയർ ആണെങ്കിൽ എല്ലാവരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടുത്തെ മാർക്കറ്റ് ഫെയർ ആണ്. ഓക്കെ, നമ്മളിവിടുത്തെ മാർക്കറ്റ് ഒരു ഫെയർ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സെയിം ആണ്. അതുകൊണ്ട് എല്ലാവരും റിട്ടേണും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് ഒരു പാർട്ടി മിസ്റ്റർ എ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ഫ്രീ റേറ്റിലാണെങ്കിൽ അദ്ദേഹത്തിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞ റിസ്ക് ഫ്രീ റേറ്റ് എത്രയായിരുന്നു? 10%. ഓക്കെ, അപ്പോൾ RF 10% ആണെങ്കിൽ ദെൻ ഈ ഷെയർ മാർക്കറ്റിൽ മിസ്റ്റർ ബി ഇപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ മിസ്റ്റർ എ FD ആണ്, ദെൻ അതിൽ നിന്ന് 10% കിട്ടുന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്കും കിട്ടുന്ന റിട്ടേൺ എത്ര തന്നെ ആവണ്ടേ? 10% തന്നെ ആവണ്ടേ അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് 10% നമുക്ക് ഈക്വലാക്കി നമുക്കൊരു ഫോർമുല ഉണ്ടാക്കി വെക്കാം. സോ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് ഹയർ പ്രൈസ്. അതായത് പ്രൈസ് ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ. ദാറ്റ് ഈസ് 400 രൂപയ്ക്കല്ലേ ഷെയർ വാങ്ങിച്ചത് അല്ലേ? അത് 480 ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടും? 80 രൂപ ലാഭം കിട്ടും. ഏതുമേ? 400 രൂപമേ അല്ലേ? സോ 80 rupees upon 400 ദാറ്റ് ഈസ് എത്രയാണ് റിട്ടേൺ കിട്ടുക? 20% അല്ലേ? സോ റേറ്റ് ഓഫ് റിട്ടേൺ ഹൈ പ്രൈസ് എത്രയാണ്? 20%. അതേപോലെ തന്നെ അത് സംഭവിക്കാനുള്ള ചാൻസ് അല്ലേ? കാരണം 100% ഉറപ്പില്ലല്ലോ 480 വരുന്നുള്ളത്. ഇവിടെ 480 360 വരാമല്ലോ. അപ്പോൾ ഈ 10% റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഹൈ പ്രൈസിൽ കിട്ടുന്ന റിട്ടേൺ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി പ്ലസ് ലോവർ പ്രൈസ് സംഭവിച്ചാൽ എന്താണോ റിട്ടേൺ അത് ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഈ റിസ്ക് ഫ്രീ റേറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ FD ഇടുന്ന ഒരാൾക്ക് 10% കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കുന്ന ഒരാൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺ എത്ര തന്നെ ആയിരിക്കണം? 10% തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? റിസ്ക് ന്യൂട്രൽ മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കാം. സോ റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ഈക്വൽ ടു ഹൈ പ്രൈസ് സംഭവിച്ചാലുള്ള റിട്ടേൺ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി പ്ലസ് ലോ പ്രൈസ് എത്തിക്കഴിഞ്ഞാലുള്ള റിട്ടേൺ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി. സോ ഹൈ പ്രൈസ് സംഭവിച്ചു കഴിഞ്ഞാൽ 480 പോവും, 400-ൽ നിന്ന് therefore 80 രൂപ കൂടുമ്പോൾ റിട്ടേൺ എത്രയാണ്? പോസിറ്റീവ് 20% അല്ലേ? പ്രോഫിറ്റ് അല്ലേ? നേരെ മറിച്ച് 360 രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആലോചിക്കുക, ഷെയർ 400 രൂപയ്ക്ക് വാങ്ങിച്ച ആൾ ഷെയർ പ്രൈസ് 360 പോകുമ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ലോസ് ആണ് അല്ലേ? 40 രൂപ ലോസ് ആണ്, 400 രൂപ ഇൻവെസ്റ്റ് ചെയ്ത്. therefore റിട്ടേൺ ഈസ് ഈക്വൽ ടു -10% അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാം? ഇവിടെ 20% ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് അറിയില്ല. ഓക്കെ, പ്ലസ് ഇവിടെ 10% ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു പ്രോബിലിറ്റി നമ്മൾ എന്ത് വിളിക്കുകയാണെങ്കിൽ P എന്ന് വിളിക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രോബിലിറ്റി നമ്മൾ P എന്ന് വിളിക്കുകയാണെങ്കിൽ ദെൻ ഈ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - P ആയിരിക്കും അല്ലേ? ബിക്കോസ് പ്രോബിലിറ്റി ടോട്ടൽ ഓൾവേസ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ പ്രൈസ് കൂടിക്കഴിഞ്ഞാലുള്ള റിട്ടേൺ, അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലുള്ള, അപ്പോൾ പ്രൈസ് കൂടുന്ന ചാൻസും ഒന്നിലും പ്രൈസ് കൂടും അല്ലെങ്കിൽ പ്രൈസ് കുറയും. അപ്പോൾ രണ്ടിൻ്റെയും ടോട്ടൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്
റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് ഏത് പ്രൈസിൽ ഹയസ്റ്റ് പ്രൈസ് വന്നാലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണോ ഇൻറ്റു അത് സംഭവിക്കാനുള്ള ചാൻസ് പ്ലസ് ലോവർ പ്രൈസ് സംഭവിച്ചാലുള്ള റിട്ടേൺ ഇൻറ്റു ആ ലോവർ പ്രൈസ് സംഭവിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഹയർ പ്രൈസ് സംഭവിക്കാനുള്ള ചാൻസ് നമ്മൾ എന്ത് വിളിക്കുകയാണെങ്കിൽ പി എന്ന് വിളിക്കുകയാണെങ്കിൽ, പ്രോബബിലിറ്റിനെ പി എന്ന് വിളിക്കുകയാണെങ്കിൽ, ദെൻ ലോവർ പ്രൈസ് സംഭവിക്കാനുള്ള ചാൻസ് 1 - p ആയിരിക്കും അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ നേരത്തെ ആൻസർ ഇവിടെ 20% ഇവിടെ -10% എടുത്തിരുന്നു അല്ലേ. ദെൻ നമുക്ക് പറയാം therefore 10% ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 20% ഇൻറ്റു ദെൻ ആ ഹൈ പ്രൈസ് സംഭവിക്കാനുള്ള ചാൻസ് പ്രോബബിലിറ്റി പ്ലസ് -10% ഇൻറ്റു 1 - പ്രോബബിലിറ്റി. ദെൻ അതിന് പെർസെൻറ്റേജ് ആയതുകൊണ്ട് 10% എന്ന് പറയുന്നത് 0.1 അല്ലേ. 10% വെച്ചാൽ 0.1 അല്ലേ. ദെൻ 20% എന്ന് പറഞ്ഞാൽ 0.2 അല്ലേ. സോ 0.2 ഇൻറ്റു പി അല്ലേ. സോ 0.2 ഇൻറ്റു പി എന്ന് വെച്ചാൽ 0.2 പി. ദെൻ -10% എന്ന് പറയുമ്പോൾ -0.1 അല്ലേ. സോ -0.1 ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -0.1 തന്നെ അല്ലേ. ദെൻ -0.1 ഇൻറ്റു -p എന്ന് പറയുമ്പോൾ മൈനസ് എന്താവും, പ്ലസ് ആവൂലേ. ദെൻ പ്ലസ് 0.1p ആവൂലേ അല്ലേ. സോ പ്ലസ് 0.1p ആവും. ജസ്റ്റ് ഒന്നില്ല ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ 0.1 ഈസ് ഈക്വൽ ടു 0.2p മൈനസ് 0.1 പ്ലസ് പ്ലസ് 0.1p എന്നുള്ള ആൻസർ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ -0.1 ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സോ 0.1 പ്ലസ് 0.1 വരും അല്ലേ. ദെൻ ഇവിടെ 0.2p പ്ലസ് എന്ത് വരും, 0.1p എന്ന് വരും. സോ 0.2 പ്ലസ് 0.1 ദാറ്റ് ഈസ് 0.3 എന്ന് വരും. ദെൻ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ 0.2 ഈസ് ഈക്വൽ ടു 0.3p എന്നുള്ള ആൻസർ വരും. therefore p ഈസ് ഈക്വൽ ടു 0.2 ഡിവൈഡ് ബൈ 0.3 ദാറ്റ് ഈസ് 2/3 ഈസ് ഈക്വൽ ടു 0.67. അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഈ ഒരു 2/3 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 2/3 എടുക്കാം. സോ പ്രോബബിലിറ്റി ഫോർ എന്ത്, പ്രൈസ് കൂടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കിട്ടി 2/3 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ബാലൻസ് പ്രോബബിലിറ്റി ആയിട്ടുള്ള 1/3 എന്തിനുള്ള പ്രോബബിലിറ്റി ആയിരിക്കും, പ്രൈസ് കുറയാനുള്ള ചാൻസ് ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് റൈസ് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 2/3, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫോൾ ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 1/3. നമുക്ക് പ്രോബബിലിറ്റി കിട്ടിയില്ലേ അല്ലേ. ഈസി ആയിട്ട് ഇവിടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈ ഒരു ഇത് മാച്ചിങ് ആവുമല്ലോ. സോ 10% ഈസ് ഈക്വൽ ടു എത്ര, 20% ഇൻറ്റു 2/3 അല്ലേ. 20% ഇൻറ്റു 2/3 പ്ലസ് -10% ഇൻറ്റു 1/3 ആൻസർ എന്താവും, സെയിം ആവും. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് 20% റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, 2/3 പ്രോബബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് വരാനുള്ള ചാൻസ് എത്രയാണ്, 1/3 പ്രോബബിലിറ്റി. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി പ്രൈസ് കുറയാനുള്ള ചാൻസ് 1/3 ആണ്, പ്രൈസ് കൂടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ ഇതൊരു കോൺസെപ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി സെയിം തന്നെ, അതായത് നമ്മൾ പറയുന്നത് മാർക്കറ്റ് എന്താണെങ്കിൽ മാർക്കറ്റ് ഒരു ഫെയർ മാർക്കറ്റ് ആണെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് തന്നെയായിരിക്കും എന്ത്, ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ പറഞ്ഞത്, റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ പെർസെൻറ്റേജിലാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് എമൗണ്ടിൽ വേണമെങ്കിൽ പറയാമല്ലോ. സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് ഓറാണ്, ദാറ്റ് ഈസ് സെയിം സംഭവം തന്നെ നമ്മൾ എമൗണ്ടിൽ ഒന്ന് പറയുകയാണ്. ഇന്ന് ഒരു എമൗണ്ട് ഇട്ട്, ഫോർ എക്സാമ്പിൾ 100 രൂപ ഇട്ട് ഒരാൾ 10% ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 100 രൂപ ഒരു വർഷം കഴിയുമ്പോൾ എത്ര ആവും, 110 രൂപ ആവും അല്ലേ. അതേപോലെ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഇവിടെ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് FD ഇടുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ FD ഇടുന്ന ഒരാൾ 400 രൂപ FD ഇടാണെങ്കിൽ 10%-ൽ 400 രൂപ FD ഇടാണെങ്കിൽ വാട്ട് ഈസ് ദ മെച്യൂരിറ്റി എമൗണ്ട്. ദെൻ ആ ഒരു മെച്യൂരിറ്റി എമൗണ്ട് തന്നെ ആവണ്ടേ. മാർക്കറ്റ് റിസ്ക് ഫ്രീ ആണെങ്കിൽ ഷെയറിൽ 400 രൂപ ഇട്ട ആൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ FD ആണ് 400 രൂപ, ഒരു വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 440 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ, ദെൻ മിസ്റ്റർ B എന്ന് പറയുന്ന ആൾ ഷെയർ മാർക്കറ്റിൽ 400 രൂപയ്ക്ക് ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദാറ്റ് ഷെയർ ഷുഡ് ബി എത്ര ആയിരിക്കണം, 440 ആവണം. എന്നാലേ അതൊരു ഫെയർ ആവുള്ളൂ അല്ലേ, എന്നാലേ അതൊരു ഫെയർ മാർക്കറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, മെച്യൂരിറ്റി വാല്യൂ ഓഫ് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, എത്രയാണോ ഹൈ പ്രൈസ്, അതായത് 400 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ എത്ര രൂപയാണോ പോകാൻ ചാൻസ് ഉള്ളത് അതേ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഫോർ ആ ഹൈ പ്രൈസ്, പ്ലസ് 400 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ താഴോട്ട് പോകാൻ എത്രയാണോ പ്രൈസ് അതേ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി. കാരണം ഇത് രണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഫെയർ ആണെങ്കിൽ FD ഇട്ട് ഒരാൾക്ക് 10% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങിച്ച ആൾക്ക് കിട്ടാവുന്ന റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും തന്നെ ആയിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം. അതർവൈസ് അവിടെ ആർബിട്രേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആർബിട്രേജ് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 400 രൂപ FD ഇട്ട ഒരാൾക്ക്, ഓക്കെ 400 രൂപ FD ഇട്ട ഒരാൾക്ക് 400 രൂപയുടെ 10% ഇൻട്രസ്റ്റ് എടുക്കാം. അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി വാല്യൂ എത്രയായിരിക്കും, 440 രൂപ ആയിരിക്കും.
440 രൂപയായിരിക്കും. then അങ്ങനെയാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഷെയർ മാർക്കറ്റിലെ ഷെയർ കറന്റ് മാർക്കറ്റ് പ്രൈസ് 400 രൂപയായിരുന്നു അല്ലേ. ഈ 400 രൂപയ്ക്ക് ഒരാൾ ഷെയർ വാങ്ങിച്ചാൽ then അതൊന്നില്ലെങ്കിൽ 480 പോവാം, അല്ലെങ്കിൽ 360 പോവാം അല്ലേ. സോ 480 പോവാം. then അതിൻ്റെ പ്രോബിലിറ്റി നമ്മൾ എന്ത് വിളിക്കുകയാണെങ്കിൽ പി എന്ന് വിളിക്കുകയാണെങ്കിൽ പ്ലസ് 360 പോകാനുള്ള ചാൻസ് നമുക്ക് എന്ത് വിളിക്കാം, അപ്പോൾ 1 - p എന്ന് വിളിക്കാമല്ലോ. നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെ. ഓക്കെ, സോ 480 നമുക്ക് എന്ത് വിളിക്കാം, 480 പോകാനുള്ള പ്രോബിലിറ്റി നമുക്ക് എന്ത് വിളിക്കാം, പി എന്ന് വിളിക്കുകയാണെങ്കിൽ 360 കുറയാനുള്ള ചാൻസ് നമുക്ക് എന്ത് ചെയ്യാം, 1 - പ്രോബിലിറ്റി എന്ന് വിളിക്കാം. therefore 480 p പ്ലസ് 360 ഇൻറ്റു 1 എത്ര വരും, 360. 360 ഇൻറ്റു -p -360 p. ഇതിനൊന്ന് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപോലുള്ള ടൈംസ് ഈ 360 ഇങ്ങോട്ട് പോവാം. സോ 440 - 360 നമുക്ക് 80 കിട്ടും. ഈ 480 p 360 p കുറക്കുകയാണെങ്കിൽ 120 p കിട്ടും. therefore 80 is equal to 120 p. therefore p is equal to 80 divided by 120. therefore 2/3 is equal to 0.67. അപ്പോൾ ഈ രീതിയിൽ ചെയ്താലും അതുപോലെ തന്നെ ഈ രീതിയിൽ ചെയ്താലും നമുക്ക് എന്താണ് സെയിം പ്രോബിലിറ്റി തന്നെയാണ് വരുന്നത്. 2/3 തന്നെയാണ് സെയിം ആയിട്ട് വരുന്നത്. അതായത് അപ്പ് സൈഡ് പോകാനുള്ളത് 2/3, ഡൗൺ സൈഡ് പോകാനുള്ളത് 1/3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അതായത് നമ്മൾ പെർസെൻറ്റേജ് രീതിയിൽ ചെയ്താലും എത്രയാണ്, 2/3 ആണ് വരുന്നത്. ദെൻ എമൗണ്ടിൻ്റെ രൂപത്തിൽ ചെയ്താലും അപ്പ് സൈഡ് പ്രോബിലിറ്റി 2/3 ആണ് രണ്ട് ഇതിൽ കേസിലും വരുന്നത്. അതേപോലെ തന്നെ ഡൗൺ പോകാനുള്ള പ്രോബിലിറ്റി 1/3 തന്നെയാണ് രണ്ട് കേസിലും വരുന്നത്. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഫെയർ ആണെങ്കിൽ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ, അതായത് റിസ്ക് ഫ്രീ ചെയ്യുന്ന ഒരാൾക്ക്, അതായത് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അതേ റിട്ടേൺ തന്നെയായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ, ആ ഒരു എക്സ്പെക്ടേഷനിലാവണമെങ്കിൽ, ആ ഒരു ഇത് സംഭവിക്കണമെങ്കിൽ പ്രോബിലിറ്റി ഫോർ അപ്പ് സൈഡ് പ്രൈസ് എത്ര ആയിരിക്കണം, 2/3 ആയിരിക്കണം. പ്രോബിലിറ്റി ഫോർ ഡൗൺ സൈഡ് പ്രൈസ് 1/3 ആയിരിക്കണം. ഓക്കെ അല്ലേ. യെസ്, ഇനി നമ്മൾ തിരിച്ച് ഓപ്ഷൻ്റെ വാല്യുവേഷനിലോട്ട് വരാം. നമ്മൾ ഇത്ര നേരം നമ്മൾ റിസ്ക് ഫ്രീ കോൺസെപ്റ്റ് ആണ്, റിസ്ക് ന്യൂട്രൽ മോഡൽ ആയതുകൊണ്ട് റിസ്ക് ഫ്രീ കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി തിരിച്ച് ഓപ്ഷൻ്റെ ഇതിലോട്ട് വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, മാർക്കറ്റിൽ പ്രൈസ് 480 ആവാനുള്ള ചാൻസ് എത്രയാണ്, 2/3 ആണ് അല്ലേ. 360 ആവാനുള്ള ചാൻസ് എത്രയാണ്, പറയ് 1/3 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ 360 ആയി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ലേ അല്ലേ. 1 ഇയർ കഴിഞ്ഞിട്ട് കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യൂലേ. 1 ഇയർ കഴിഞ്ഞ് കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും, 40 രൂപ കിട്ടും അല്ലേ. 1 ഇയർ കഴിഞ്ഞിട്ട് കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ 40 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഓപ്ഷൻ അറ്റ് ദ ഇയർ എൻഡ്. ഓക്കെ, ഒരു കോൾ ഓപ്ഷൻ എടുത്ത ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നതാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് 400, എക്സസൈസ് പ്രൈസ് 440, പ്രൈസ് കൂടിപ്പോയാൽ 480, കുറഞ്ഞു കഴിഞ്ഞാൽ 360. ഓക്കെ, റിസ്ക് ഫ്രീ ആയിട്ട് 10%. ദെൻ ഈ സിറ്റുവേഷനിൽ ഒരു കോൾ ഓപ്ഷൻ എടുക്കുന്ന ഒരാൾ 440 എക്സൈസ് പ്രൈസിൽ ഒരു കോൾ ഓപ്ഷൻ എടുത്താൽ 480 പ്രൈസ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ലേ. അതുവഴി ഇയർ എൻഡിൽ അല്ലേ എക്സസൈസ് ചെയ്യുമ്പോഴാണല്ലോ പേ ഓഫ് കിട്ടുന്നത് അല്ലേ. സോ ഫസ്റ്റ് ഇയർ മെച്യൂരിറ്റിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ യൂറോപ്യൻ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻ വാല്യൂഷൻ മോഡൽസും ഏതുമില്ലാണ്, കോൾ ഓപ്ഷനുമിലാണ്, അതിൻ്റെ ഒപ്പം തന്നെ യൂറോപ്യൻ ഓപ്ഷൻസുമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എൻഡ് ഓഫ് ദി മെച്യൂരിറ്റിയിൽ മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഇയർ കഴിഞ്ഞ് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പേ ഓഫ് എത്ര രൂപ കിട്ടും, 40 രൂപ കിട്ടും. ഓക്കെ, സോ 480 മാർക്കറ്റ് പ്രൈസുള്ള ഷെയർ 440 വാങ്ങാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് 40 രൂപ നമുക്ക് എന്ത് കിട്ടും, പേ ഓഫ് കിട്ടും. ദെൻ ഇത് സംഭവിക്കാനുള്ള ചാൻസ് അല്ല നമ്മൾ മുകളിൽ കണ്ടത്, ദാറ്റ് ഈസ് പ്രൈസ് 480 ആവാനുള്ള ചാൻസ് എത്രയാണ്, 2/3. അപ്പോൾ പ്രൈസ് 480 ആയാലേ നമുക്ക് 40 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് എത്രയായിരിക്കും, 2/3. ഓക്കെ, ആലോചിച്ച് നോക്ക്. സോ പ്രൈസ് 480 ആവാനുള്ള ചാൻസ് 2/3 ആണെങ്കിൽ പ്രൈസ് 480 ആയി കഴിഞ്ഞാലേ 40 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ആ 40 രൂപ കിട്ടാനുള്ള ചാൻസും എത്ര തന്നെയായിരിക്കും, പ്രോബിലിറ്റി എത്ര ആയിരിക്കും, 2/3 ആയിരിക്കും. therefore ഓപ്ഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അറ്റ് ദ ഇയർ എൻഡ് ഈസ് ഈക്വൽ ടു പ്രൈസ് എങ്ങാനും 480 പോയാൽ 40 രൂപ കിട്ടും. അത് സംഭവിക്കാനുള്ള ചാൻസ് 2/3 പ്ലസ് പ്രൈസ് എങ്ങാനും 360 പോയാലോ. മാർക്കറ്റിൽ 440 ഉള്ളത് 360 ഒരാൾക്ക് വാങ്ങാൻ പറ്റും, ആൾ വാങ്ങിക്കോ, ഇല്ല. therefore പേ ഓഫ് എന്തായിരിക്കും, 0. ദെൻ അത് സംഭവിക്കാനുള്ള ചാൻസ് 1/3. സോ 0 × 1/3 0 ആണല്ലോ അല്ലേ. അതുപോലെ 40 × 2/3 എന്ന് പറയുമ്പോൾ 26.6 കിട്ടും. ടോട്ടൽ വാല്യൂ ഓഫ് ദി ഓപ്ഷൻ അറ്റ് ദ ഇയർ എൻഡ്. ശ്രദ്ധിക്കുക, ടോട്ടൽ വാല്യൂ ഓഫ് ദി ഓപ്ഷൻ അറ്റ് ദ ഇയർ എൻഡിൽ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയറിൽ എത്രയായിരിക്കും, 26.267 ആണ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദി ഓപ്ഷൻ അറ്റ് ദ ഇയർ എൻഡ്. നമുക്ക് ഓപ്ഷൻ പ്രീമിയം എന്ന് കൊടുക്കണം, 1 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻസിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കണം, പ്രീമിയം കൊടുക്കണം അല്ലേ. അപ്പോൾ ഓപ്ഷനിൽ എൻട്രി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രീമിയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ എൻട്രി എടുക്കുന്ന സമയത്ത് പ്രീമിയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്ഷൻ്റെ എന്ത് കൊടുക്കണം, പ്രസൻറ്റ് വാല്യൂ കൊടുക്കണം. ഓക്കെ, ഈ 26.67 എന്ന് പറയുന്നത് ഓപ്ഷൻ്റെ വാല്യൂ ആണ്, വാല്യൂ ഓഫ് ഓപ്ഷൻ ആണ്. പക്ഷെ അതെന്നാണ്, ഇയർ എൻഡിലാണ്. നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട as on ടുഡേ അല്ലേ.
ദറ്റ് ഈസ് ഇന്നല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഇയർ എൻഡിലെ വാല്യൂവിനെ എവിടേക്ക് മാറ്റണം, പ്രസന്റ് വാല്യൂട്ട് മാറ്റണം. ദെയർഫോർ ബൈനോമിയൽ മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സെയിം ലോജിക്ക്, സെയിം കോൺസെപ്റ്റ്, സെയിം ആൻസർ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്, ബൈനോമിയൽ മോഡൽ ചെയ്തിട്ടുണ്ട്. ദെയർഫോർ പ്രസന്റ് വാല്യൂ ഓഫ് ദി ഓപ്ഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി ഓപ്ഷൻ ആസ് ഓൺ ടുഡേ ഈസ് ഈക്വൽ ടു ഈ ഒരു 26.67 എന്തിലോട്ട് മാറ്റാം, പ്രസന്റ് വാല്യൂട്ട് മാറ്റാം. ദാറ്റ് ഈസ് 1.1, ദാറ്റ് ഈസ് 1 + 10% RF അല്ലേ. ആ 10% RF നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക. ദെയർഫോർ ആൻസർ വരുന്നത് 24.24 എന്നുള്ള ആൻസർ തന്നെ വരും. അപ്പോൾ ഓൾറെഡി തൊട്ട് മുകളിൽ നമ്മൾ പോർട്ട്ഫോളിയോ റെപ്ലിക്കേഷൻ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോർട്ട്ഫോളിയോ റെപ്ലിക്കേഷൻ മോഡലിൻ്റെ ആൻസർ എത്ര തന്നെയാണ്, 24.24 ആണ് അല്ലേ. ദെൻ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. ദറ്റ് ഈസ് നമ്മുടെ റിസ്ക് ന്യൂട്രൽ മോഡലിൽ വരുന്നത് 24.24 തന്നെയാണ് ആൻസർ വരുന്നത്. രണ്ടും നമ്മളെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പോർട്ട്ഫോളിയോ റെപ്ലിക്കേഷൻ മോഡൽ നമ്മൾ ചെയ്തത് ആദ്യം നമ്പർ ഓഫ് കോൾ ഓപ്ഷൻസ് പെർ ഷെയർ കണ്ടുപിടിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് പറയും, സ്പോട്ട് ഈസ് ഈക്വൽ ടു N into C, that is number of call options into call option premium plus present value of the exercise price or lower probable price, whichever is lower ഏതാണ് അതിൻ്റെ പ്രസന്റ് വാല്യൂ. ദെൻ ആ ഒരു ഇക്വേഷൻ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫൈനൽ ആൻസർ എന്ത് കണ്ടുപിടിക്കുക, കോൾ ഓപ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് പോർട്ട്ഫോളിയോ റെപ്ലിക്കേഷൻ മോഡൽ അല്ലേ. അടുത്ത് നമ്മൾ ചെയ്തത് റിസ്ക് ന്യൂട്രൽ മോഡലാണ്. റിസ്ക് ന്യൂട്രൽ മോഡൽ നമ്മൾ പറയുന്നത്, സോ മാർക്കറ്റ് ഫെയർ ആണെങ്കിൽ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ കിട്ടുന്ന അതേ റിട്ടേൺ ആയിരിക്കണം എവിടെ കിട്ടേണ്ടത്, ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പോൾ RFന്റെ റിട്ടേൺ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇപ്പോൾ RF 400 രൂപക്ക് RF റേറ്റിൽ 400 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 440 രൂപ കിട്ടും. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, ഹൈ പ്രൈസ് സംഭവിച്ചാലുള്ള ഹൈ പ്രൈസ് എത്രയാണ്, ദാറ്റ് ഈസ് 450. അതായത് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി നമുക്ക് P എന്ന് വിളിക്കാം. പ്ലസ് ലോ പ്രൈസ് എത്രയാണ് 360, അത് സംഭവിക്കാനുള്ള ചാൻസ് 1 - P എന്ന് വിളിക്കാം. അതിൻ്റെ സൊല്യൂഷൻ എടുക്കുമ്പോൾ പ്രോബിലിറ്റി ഫോർ അപ്സൈഡ് പ്രൈസ് നമുക്ക് 2/3 കിട്ടും. ദെൻ പ്രോബിലിറ്റി ഫോർ ഡൗൺ സൈഡ് പ്രൈസ് അതുകൊണ്ട് എന്തായിരിക്കും 1/3 ആയിരിക്കും. ഇനി അപ്സൈഡ് സംഭവിച്ചാൽ 480 ആയിക്കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ പേ ഓഫ് എത്രയായിരിക്കും, 40 രൂപ ആയിരിക്കും. അത് സംഭവിക്കാനുള്ള ചാൻസ് 2/3 ആണ്. പ്ലസ് ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ വാല്യൂ 0 ആയിരിക്കും, അത് സംഭവിക്കാനുള്ള ചാൻസ് 1/3 ആണ്. സോ 40 × 2/3 നമുക്ക് 26.67 വരെ 0 × 1/3 0 തന്നെ. അപ്പോൾ 26.67 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ വാല്യൂ ആണ്. ഓപ്ഷൻ്റെ വാല്യൂ നമുക്ക് ഇന്നത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ആ 26.67 നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക, RFൽ 1 ഇയർ ഡിസ്കൗണ്ട് ചെയ്യുക. ദെയർഫോർ ഫൈനൽ ആൻസർ 24.24 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക, സിമ്പിളാണ്. ഓക്കെ, സോ നിങ്ങൾ കോൺസെപ്റ്റ് ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പ്രസൻറ്റേഷനിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സെയിം രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക, മാർക്കെങ്കിലും വാങ്ങിക്കുക. ഓക്കെ, സോ അപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, രസമാണ്. ഒന്ന് ആലോചിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.